ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ മൂന്നാറിലോട്ടാണ്. കൊല്ലം ചവറയിൽ നിന്ന് മൂന്നാർ അറൗണ്ട് ഒരു 200 കിലോമീറ്റർ കാണും. അധികം പൊളിക്കാതെ പോവുകയാണെങ്കിൽ അറൗണ്ട് ഒരു 6-6.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ചവറയിൽ നിന്നും മൂന്നാർ വരെ എത്തിപ്പെടാൻ പറ്റും. നമ്മുടെ ഏറ്റവും അടുത്ത റൂട്ട് തിരുവല്ല, പാല, തൊടുപുഴ, ഓന്നുക്കൽ, അടിമാലി വഴി മൂന്നാറിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. എങ്ങനെയുണ്ട്? ബാക്ക് പെയിൻ ഉണ്ടോ? ആണോ? 390 ബും 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 പൊളിച്ചു പോയാ പോരാ, കംഫർട്ടും വേണം മോനെ. ഹിമാലയൻ വളരെ പതുക്കെ പോകും, പക്ഷെ കംഫർട്ട്. ഇത് ഓടിക്കുന്ന അല്ല, ഇവിടെന്നേ നമ്മള് തൊടുപുഴ പോയില്ലേ, ആ റൂട്ടാ. നീ വേണമെങ്കിൽ ഒതുക്കിക്കോ, ഞാൻ വേണമെങ്കിൽ അത് എടുക്കാം. കുറച്ച് നേരം അവന് ഈ വണ്ടി കൊടുക്കാം, അതിൻ്റെ കുറച്ച് നേരം ഞാനത് ഓടിക്കാം. അപ്പം മാറിയും തിരിഞ്ഞൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്ഷീണോ ഫീൽ ചെയ്തില്ല അവന്. അന്നേ പറഞ്ഞോ 390 എടുക്കല്ലേ എന്ന്. അല്ലേ ഹിമാലയനെ ഇന്റർസെപ്റ്റർ എടുക്കാൻ വേണ്ടി. കേട്ടില്ലല്ലേ? എടുത്തോ. കേറാനൊക്കെ ഒരു നാക്കുണ്ട്. ഡൂക്കല്ല, അങ്ങനെയാണ്. ചോട്ടി കയറിക്കോ, കേറ്. എടാ ഡൂക്കല്ലടാ, ഇത് ബിൽഡ് ക്വാളിറ്റി എടാ, ഇരുമ്പടാ, ഇരുമ്പ് വികാരടാ. കണ്ട എന്നിപ്പോ അതൊക്കെ സ്റ്റാൻഡ് മാറ്റിക്കോ. ഹിമാലയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൈഡിന് പറ്റിയ വണ്ടിയാണ്. ഞാനിപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1.5 ഇയേഴ്സായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നു. എനിക്കിതുവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 100-120 കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിതുവരെ ബാക്ക് പെയിനോ സ്ട്രെയിനുകളോ ഒന്നും വന്നിട്ടില്ല. അതിന് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ആ റൈഡിങ് പൊസിഷൻ കണ്ടോ, സ്ട്രൈറ്റ് ആണ്. അത് ഇങ്ങനെ ഇരുന്ന് ഓടിക്കാം, അതാണ് പൊളി. എനിക്കറിയാം ഒരിക്കലും ഡ്യൂക്ക് 390 ആയിട്ട് ഹിമാലയനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഹിമാലയൻ വേറൊരു ക്ലാസ്സാണ്, ഡ്യൂക്ക് 390 വേറൊരു ക്ലാസ്സാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390 എന്നാണ്. കാര്യം എന്താ നോക്കിയാൽ കോർണറിങ് ചെയ്യാനും ഇങ്ങനെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ പറ്റിയ വണ്ടി ഇത് തന്നെയാണ്. പക്ഷേ ഹിമാലയനിൽ നമ്മൾ ഈ കാണിക്കുന്ന അംഗമൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്ക് വല്ല വണ്ടിയുടെ ഇടയിലിരിക്കും. കാര്യം പടയെന്നുള്ള സഡൻ പിക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ടൂറിംഗ് ആണ്, ഓഫ് റോഡാണ്, അങ്ങനത്തെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഹിമാലയൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ്. കാര്യം ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിമാലയൻ. എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോങ് റൈഡ് പോകണം, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫ് റോഡുകൾ പോകണം. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ ഫോർ ഹിമാലയൻ. നേരെ തിരിച്ച് റോഡിൽ ഇച്ചിരി ഷോ ആക്കി കാണിച്ച് വണ്ടിക്ക് പവർ വേണം എന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടി 390 എന്നാണ്. ഹിമാലയൻ ഒത്തിരി എനിക്ക് കഴിഞ്ഞ 1.5 ഇയേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഹിമാലയനിൽ. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വാറണ്ടിയിൽ കവേർഡാണ്. ഈവൻ എൻജിൻ ഹെഡിന് കുറച്ച് വിഷയം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഫ്രണ്ടിലെ കോൺസെപ്റ്റ് പോയിട്ടുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ. പക്ഷേ തംസ് അപ്പ് ടു റോയൽ എൻഫീൽഡ്. ഹിമാലയൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, എനിക്കുണ്ടായ കംപ്ലൈൻറ്റുകളെല്ലാം വാറണ്ടിയിൽ കവർ ആവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390-നെക്കാട്ടും വളരെ ചീപ്പാണ്. നമ്മുടെ വണ്ടിയില്ലേ, നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്ന കാണാൻ പ്രത്യേക ഒരു ഫീൽ തന്നെ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? വാട്ടർഫോൾസ്. നമ്മൾ പാലാ റൂട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മൂന്നാറിലോട്ട് വരുന്ന വഴിയിൽ ഫസ്റ്റ് കാണുന്ന വെള്ളച്ചാട്ടമാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. എടാ എനിക്ക് തോന്നുന്നേ പണ്ട് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കായിരുന്നു. അവിടെ സ്റ്റെപ്പൊക്കെ വെച്ചേക്കുന്നുണ്ടോ? പോടാ. സോ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, പൊളിക്കാം. ലെറ്റ്സ് ഗോ. മൂന്നാറിൽ പോകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. കാര്യം റോഡ് ഓൾറെഡി ക്രൗഡഡാണ്, എല്ലാ വ്യൂ പോയിന്റുകളിലും ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ചെന്നിട്ട് റൂം എടുക്കുമ്പോഴത്തേക്ക് എന്താവുമെന്ന് കണ്ടറിയാം. ഭയങ്കര മോശമാണല്ലോ റോഡ്. ടാറിങ്ങിനുള്ള പരിപാടിയാണ് തോന്നുന്നത് കേട്ടോ. ചില ഏരിയയിലൊക്കെ നല്ല രീതിയിൽ റോഡ് കിളച്ചിട്ടുണ്ട്. അവിടെയും ഇത് തന്നെ അവസ്ഥ.
നമ്മൾ നെക്സ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ വാളറ വാട്ടർഫോൾസ് ആണ്. അപ്പം നമുക്ക് വാളറയിൽ കൂടി ഇറങ്ങി 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. നമ്മളങ്ങനെ ചീയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് കാണാൻ പറ്റുന്നതാണ് വാളറ വാട്ടർഫോൾസ്. സൂപ്പർ അല്ലേ? അവിടെ നോക്കിയ ഒരു പൂള് പോലെ ഉണ്ടാ, പക്ഷെ അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റിയ പൊളിയായിരുന്നു അല്ലേ? നോക്കിയേ വെള്ളം വീഴുന്നുണ്ടോ? അവിടെയും കണ്ടോ ഒരു പൂട് പോലെ? അല്ല നല്ല ആഴമുണ്ട്, അത് വെള്ളം താഴെ പോയിട്ട് അല്ലെങ്കിൽ വരുന്നുണ്ടോ? നമ്മൾ അടിമാലി കഴിഞ്ഞു. ഇപ്പോൾ മൂന്നാർ ഇവിടെ നേരെ 12 കിലോമീറ്റർ ഉണ്ട്. 2 സൈഡും സൂപ്പർ തൈലത്തോട്ടങ്ങളുള്ള വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്നതാണ് KFDCയുടെ ഓഫീസ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫോറസ്റ്റിൻ്റെ ഓഫീസുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ മീശപ്പുലിമലയിലോട്ട് ട്രെക്ക് ചെയ്യുന്നതിന് മുന്നേ പെർമിഷൻ എടുക്കേണ്ട സ്ഥലം. ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ തുടങ്ങി. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം റൂട്ടിൽ അതുവഴി ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവടയിൽ പോകുന്ന റൂട്ടിൽ നമുക്ക് ചിലന്തിയാർ എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് ലൊക്കേഷൻ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം നമ്മൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പേരെഴുതി കൊടുത്താൽ മതി. ചിലന്തിയാർ പോകാനായിരുന്നു. ഓക്കെ, അപ്പൊ കയറ്റി വിടത്തില്ലല്ലേ? അല്ല, എവിടെയും നിർത്തത്തില്ല, ജസ്റ്റ് പോയി കറങ്ങി വരാനാ. നൈസായിട്ട് നമ്മുടെ പണി പാളിയൊക്കെയാണ്. കാര്യം ഫോറസ്റ്റുകാർ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടാവട സൈഡിലൊക്കെ നല്ല കൊറോണ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ അവരുടെ അടുത്ത് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കയറ്റി വിടുന്ന രീതിയിലാണ് നിന്നത്. പക്ഷേ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട്? അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ November 15th അവിടെ അവർ ഓപ്പൺ ആക്കുമെന്നാണ് വൈകുന്നേരത്തോടു കൂടി. അപ്പം നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാം നല്ല കോടയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളി നല്ല ചില്ല് വൈബ് ക്ലൈമറ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും നേരെ ടോപ്പ് സ്റ്റേഷൻ പിടിക്കാം, അതായിരിക്കും നല്ലത്. റെക്കോർഡിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ബൈ 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 ബൈ, നെക്സ്റ്റ് ടൈം കാണാം. പ്രിയദർശിനി ബൈ ബൈ ബൈ. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ കുറച്ച് അടിപൊളി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് മൂന്നാർ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ അറൗണ്ട് ഒരു 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റാവും, ഇരുട്ടും. അപ്പം നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. കാര്യം നാളെ നമുക്ക് രാവിലെ തന്നെ മീശപ്പുലിമലയിൽ ട്രെക്ക് ചെയ്യാൻ പോകാനുള്ളതാണ്. മീശപ്പുലിമല വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം ഗൈസ്.